ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കിയാലോ. പൊട്ടറ്റോ നഗറ്റ്സ് ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പി തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ നഗറ്റ്സിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നീട് കമന്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ നഗറ്റ്സ് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലി കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരണ വരെയായിരുന്നു ഞാനിത് കുക്ക് ചെയ്തെടുത്തത്. നമ്മളെടുക്കണ ഉരുളക്കിഴങ്ങിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഒരുപാട് വെന്ത് കുഴഞ്ഞ് പോണ രീതിയിൽ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ ഒരുപാട് വാട്ടറായി പോവുകയും ചെയ്യരുത്. ഞാനിതൊന്ന് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ തരികളൊക്കെ ഓക്കെയാണ്, പക്ഷേ വലിയ തരികളൊന്നും വേണ്ട കേട്ടോ. ഇത് മാറ്റി വയ്ക്കുക. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സവോളയുടെ പകുതി നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. സവോള ചേർത്ത് കൊടുക്കുമ്പോൾ അളവ് കൂടി പോരുത് കേട്ടോ, ഇത്ര തന്നെ മതി. അതുപോലെ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 കപ്പോളം അളവിൽ മല്ലിയില മുറിച്ചത് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. സവോള കൂടിപ്പോയി കഴിഞ്ഞാലും അതുപോലെ മല്ലിയില കൂടിപ്പോയി കഴിഞ്ഞാലും ഇത് ഒരുപാട് വാട്ടറായിട്ട് മാറും. അപ്പോൾ നന്നായിട്ട് വരില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് വരില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 സ്ലൈസ് ബ്രെഡാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത്, മധുരമുള്ള ബ്രെഡ് അല്ല കേട്ടോ. ഇത് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആണെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബ്രെഡ് ക്രംസ് ആണെങ്കിൽ ഒരു 1/4 കപ്പോളമൊക്കെ മതിയാവും. ഇനി ഒരു 1/4 കപ്പ് അളവിൽ സ്വീറ്റ് കോണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഫ്രോസൺ സ്വീറ്റ് കോൺ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഫ്രഷ് സ്വീറ്റ് കോൺ ആയാലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. സ്വീറ്റ് കോണൊക്കെ നല്ല മധുരമല്ലേ, അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ക്യൂബ് ചീസാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രീമി ആയിട്ട് തന്നെ വരും. ഞാനിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ചീസിൽ ഉപ്പുണ്ടാവും. പിന്നെ നോക്കിയിട്ട് അവസാനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. ചെറിയ തരികളോട് കൂടി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കണ്ടില്ലേ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, ഇത് മതി. ഇനി ഇത് നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ടാണ് വരുന്നത്. മിക്സ് ചെയ്തെടുക്കും തോറും കുറച്ച് അതായത് ഹാർഡായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വരും കേട്ടോ. പിന്നെ ഒരുപാട് ഹാർഡായിട്ട് ഇരിക്കരുത് ഈ ഒരു മിക്സ് എന്ന് പറയുന്നത്, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ മുതൽ ഒരു 3/4 ടീസ്പൂണൊക്കെ വരെ ആവാട്ടോ. ഒരുപാട് ഫ്ലേവറോട് കൂടി, അതായത് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാല ആണെങ്കിൽ അത്രയ്ക്ക് വേണ്ട. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട്. 2 സ്ലൈസ് ബ്രെഡ് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1/4 കപ്പ് മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതായത് ഇതൊരു ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് നമുക്ക് മാറ്റണം. അപ്പോൾ ഒരുപാട് തിക്കാക്കി എടുക്കരുത്, നന്നായിട്ട് ലൂസായിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളമാണ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതെടുക്കാം. അതുപോലെ ഈ കോൺഫ്ലോറിൻ്റെയും മൈദയുടെയും ഈ ഒരു ബാറ്ററും എടുത്ത് വയ്ക്കുക. അതുപോലെ പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്.
അപ്പോൾ ബ്രെഡ് ക്രംസ് ഞാനിതിപ്പോൾ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് ബ്രെഡ് ക്രംസ് വാങ്ങിക്കാം കേട്ടോ. ഇതിപ്പോൾ സാധാരണ സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. തവയിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക്, ഓയിലോ ബട്ടറോ ഒന്നും ഇല്ലാതെ. അല്ലെങ്കിൽ ടോസ്റ്റർ ഉണ്ടെങ്കിൽ ടോസ്റ്ററിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിതിപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടിയും ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടിയും റോസ്റ്റ് ചെയ്തെടുത്തു, ഇതുപോലെ ഒന്ന് ക്രിസ്പി ആവുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ കയ്യിൽ നല്ല പോലെ എണ്ണ തടവി എടുത്തിട്ടുണ്ട്. എണ്ണ ഇതുപോലെ തടവി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മിക്സ് എടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഈ മിക്സിയിൽ നിന്ന് കുറച്ചെടുക്കുക, ചെറിയ ചെറിയ ബോൾസ് മതി കേട്ടോ നമുക്ക്. അതിനുശേഷം ഇതുപോലെ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നഗറ്റ്സിൻ്റെ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സിലിണ്ടറിൻ്റെ ഷേപ്പിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ആവാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മൈദയുടെയും കോൺഫ്ലവറിൻ്റെയും ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതിലൊന്ന് മുക്കിയെടുക്കുക. മുക്കിയതിന് ശേഷം അപ്പോൾ തന്നെ എക്സസ് ആയിട്ടുള്ള ആ ഒരു ബാറ്റർ മാറ്റിയതിന് ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. നല്ലപോലെ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ വേണ്ടിയിട്ട് കോട്ട് ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം തന്നെയാണ് ഞാനിത് കോട്ട് ചെയ്തെടുക്കണുള്ളൂ. പക്ഷേ നന്നായിട്ട് തന്നെ കോട്ടായിട്ട് വരണം. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് കുടഞ്ഞ് മാറ്റിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ സൈസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ആക്കാട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ നഗറ്റ്സാണ് തയ്യാറാക്കുന്നത്. ഇതിനേക്കാളും ചെറുത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. ഞാനിനി എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. കണ്ടില്ലേ, എല്ലാം ഇതുപോലെ ഇപ്പോൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിതിപ്പോൾ തയ്യാറാക്കിയ അപ്പോൾ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു സിപ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ സ്റ്റോർ ചെയ്ത് വെക്കാം. 1 മാസം വരെ നിങ്ങൾക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. പക്ഷേ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോ നഗറ്റ്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇട്ട് കൊടുക്കണ്ട, ആവശ്യത്തിന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് അബ്സോർബ് ചെയ്യും ഈ ഒരു പൊട്ടറ്റോ നഗറ്റ്സ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതായത് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും കുക്കായിട്ട് വരാനൊന്നുമില്ലല്ലോ. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരിക, അത്രേ തന്നെ മതി. പിന്നെ ഇത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുക. തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണ സമയത്ത് പൊട്ടിപ്പോയാലും ഇത് എണ്ണ അബ്സോർബ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം തന്നെ നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതിൻ്റെ പുറം ഭാഗം നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നോട്ടെ കേട്ടോ. ഇത് നമുക്ക് തയ്യാറാക്കിയതിന് ശേഷം ഫ്രീസറിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കുന്ന സമയത്ത് നമുക്കിത് ഈസി ആയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണ്. അല്ലെങ്കിൽ പാർട്ടി സ്നാക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട അതായത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മയണീസിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടത്. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തന്നെ മതി. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ആദ്യം ഒരു സ്ട്രെയിനറിലേക്ക് കോരി മാറ്റുക. അതിനുശേഷം എന്താ പറയുക, ഒരു കിച്ചൺ ടിഷ്യൂലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇനി ഇതിപ്പോൾ കോരി മാറ്റിയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിരിക്കും. ഉൾഭാഗമാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറോട് കൂടി തന്നെയായിരിക്കും ഇരിക്കുക. അപ്പോൾ ചൂടോടുകൂടി തന്നെ എപ്പോഴും ഇത് കഴിക്കാം കേട്ടോ. അതായത് കഴിക്കാൻ പോകുന്ന ഒരു സമയത്ത് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ചീസും അതുപോലെ സ്വീറ്റ് കോണും ചേർത്ത് കൊടുത്തിരുന്നില്ലേ. ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തതിന് ശേഷം തയ്യാറാക്കിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. സ്വീറ്റ് കോണും അതുപോലെ ചീസും ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉരുളക്കിഴങ്ങും ബാക്കി ഇൻഗ്രീഡിയൻസും മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത ബാച്ചും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആവുന്ന രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തില്ലേ, ആ ഒരു സമയത്ത് മിക്സ്ഡ് ഹെർബ്സ് അല്ലെങ്കിൽ ഓറിഗാനോ ഫ്ലേക്സ്, ബേസിൽ ഫ്ലേക്സ് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവറിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു സ്നാക്കിൻ്റെ ഉൾഭാഗമാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റാണ്, അതുപോലെ പുറം ഭാഗമാണെങ്കിൽ നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല ഫ്ലേവറോട് കൂടിയ ഒരു സ്നാക്ക് തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ എന്താ പറയുക, ഡിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ മയണൈസിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഞാൻ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.